കൊതിയൂർന്ന സീ ഫുഡ് ഐറ്റംസിന്റെ ഒരു കലവറയിലേക്കാണ് നമ്മളിന്ന് വന്ന് നിൽക്കുന്നത്. വിഴിഞ്ഞത്തുള്ള ഇഫ്താർ ഹോട്ടലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അറിഞ്ഞോ അറിയാതെയൊക്കെ തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഴിഞ്ഞം ഏരിയ എന്ന് പറയുന്നത്. വിഴിഞ്ഞം ചിക്കനും വിഴിഞ്ഞം സീ ഫുഡും ഒക്കെ തന്നെ തിരുവനന്തപുരംകാർക്ക് വളരെ ഫെമിലിയർ ആണ്. ചെന്ന് കയറുമ്പോൾ തന്നെ ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസിന്റെ ലിസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെന്ന് കയറുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ എന്തൊക്കെ വേണമെന്ന് തീരുമാനിച്ചിട്ട് കയറി ചെല്ലാനായിട്ട് പറ്റും. തനി നാടൻ രീതിയിലാണ് ഈ കടയുടെ ഉൾഭാഗം കാണാനായിട്ട് പറ്റുന്നത്. നല്ല വാൾ പെയിന്റിങ്സ് കൊണ്ട് ഭംഗിയായിട്ട് എല്ലാ ചുമരുകളും വെച്ചിട്ടുണ്ട്. രാത്രി 10 മണിക്കത്തെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ഏരിയയിൽ എത്രത്തോളം ഫേമസ് ആണ് ഇഫ്താർ ഹോട്ടൽ എന്നുള്ളത്. അധികം ലേറ്റ് ആകാതെ തന്നെ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങി. ആദ്യം വന്നത് കോയിൻ പൊറോട്ടയും പത്തിരിയുമാണ്. എന്നെക്കാട്ടിലും എക്സൈറ്റ്മെന്റ് ആയിരുന്നു മോന്. വ്ലോഗ് അവനെടുക്കാമെന്നും പറഞ്ഞിട്ടാണ് കൂടെ ഇരുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റും പ്രഹസനവുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഇവരുടെ കണവേന്ന് തന്നെ തുടങ്ങാം. കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിരുന്നു ഈ ഒരു ഐറ്റം. രണ്ടാമതായിട്ട് ആവോലി ഫ്രൈ. ഇത് വന്നിട്ട് ചുറ്റും ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ മസാലകളെല്ലാം ഉള്ളിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആയിരുന്നു. മൂന്നാമതായിട്ട് ഇവരുടെ വിഴിഞ്ഞം ചിക്കൻ. ഉള്ളിലേക്ക് ഉപ്പും എരിവുമെല്ലാം ഇറങ്ങി നന്നായിട്ട് വെന്ത് നല്ല പഞ്ഞി പോലെയല്ല വിഴിഞ്ഞം ചിക്കൻ. 3 ഐറ്റംസും കൂടെ ഒരുമിച്ച് കഴിച്ചപ്പോൾ എൻ്റെ പൊന്ന് സാറേ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. എന്താണെന്നറിയോ, അത്യാവശ്യം എല്ലാത്തിനും നല്ല എരിവുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു അവരുടെ ഹൈലൈറ്റും. നല്ല അടിപൊളി ടേസ്റ്റി ഐറ്റം ആയിരുന്നു. ആവോലി മീനിൽ നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മുടെ സവോളയും കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചാലുണ്ടല്ലോ, നല്ല ഒന്നാന്തരം ടേസ്റ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഉൾഭാഗമൊക്കെ വെന്തിട്ട് നല്ലൊരു ജ്യൂസി ഫോമിലുള്ള ടെക്സ്ചർ കൂടിയായിരുന്നു ഈ ഒരു ആവോലി ഫ്രൈക്ക്. തുടക്കം തൊട്ട് ഒടുക്കം വരെയും നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത ഇതുമാണ്. പക്ഷെ ഫുഡ് കഴിക്കുന്ന നേരമായപ്പോൾ അവൻ്റെ വയറ് ഫുള്ളായി. കാര്യം ഇവിടെ നല്ല ഒന്നാന്തരം ബോൾ ഗ്രേപ്പ് കിട്ടും. അതിന് 2 ബോട്ടിലോളം അവൻ കുടിച്ച് തീർക്കുകയും ചെയ്തു. ഞാൻ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ട് കുറച്ചായിട്ട് ഒരറ്റത്തുനിന്ന് തുടങ്ങി. മറ്റു കടകളിലൊക്കെ 1-2 സ്പെഷ്യൽ ഐറ്റം കാണും. പക്ഷെ ഈ ഒരു കടയുടെ പ്രത്യേകത ഇവരുടെതെല്ലാം സ്പെഷ്യൽ ആണെന്നുള്ളതാണ്. ഞങ്ങൾ ഇവിടെ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീൻമുട്ട കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ എത്തിയ ടൈം ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടിയില്ല. എനിക്ക് കഴിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ കണവയാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഇവരുടെ എരിവ്, ഉപ്പ് എന്ന് വേണ്ട എല്ലാ മസാലക്കൂട്ട് ഒക്കെ നല്ലതായിരുന്നു. നമുക്ക് വയറ് നിറഞ്ഞ ശേഷവും കഴിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു ടെൻഡൻസി തോന്നുന്നു പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഇവരുടെ കണവയിൽ തോന്നിയത്. ഇനി ഇവരുടെ വിഴിഞ്ഞം ചിക്കൻ. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പും അരപ്പും ഒക്കെ നന്നായിട്ട് അബ്സോർബായി നന്നായിട്ട് വെന്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവയ്ക്കാൻ പാകത്തിനുള്ള ഒരു ഐറ്റം. ഫുഡിന്റെ കാര്യത്തിൽ ഒരുപാട് പുതുമകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പഴമയിൽ ഇത്രയും പുതുമകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇഫ്താറിലെ ഓരോ വിഭവങ്ങളും. നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും വർത്ത്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഇഫ്താർ. അതിനുള്ള തെളിവാണ് നിങ്ങൾ കാണുന്ന ഈ ഓരോ ഒഴിഞ്ഞ പാത്രങ്ങളും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഐ ആം ജാസ്മിൻ സൈനിങ് ഔട്ട്. I've seen things that you wouldn't believe. I was lost.